മുന്നിലുള്ള മാധ്യമപ്രവർത്തകരെ കണ്ടിട്ടേ താൻ പോകുന്നുള്ളൂ എന്ന് ആ ഉദ്യോഗസ്ഥരോട് മറുപടി പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം ചില രാഷ്ട്രീയ പ്രേരിതമായ ഇടപെടലുകൾ, ചില SIT ഉദ്യോഗസ്ഥരുടെ നീക്കങ്ങൾ സംശയാസ്പദമാണ് എന്ന ഒരു വാദം കൂടി പറഞ്ഞു വെക്കുന്നു അടൂർ പ്രകാശ്. അതേസമയം കടകംപള്ളി സുരേന്ദ്രൻ, അന്നത്തെ ദേവസ്വം മന്ത്രി, മാധ്യമങ്ങളെ കണ്ടിരുന്നു. കാരണം ഇന്ന് അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലാണെന്ന് കരുതുന്ന മറ്റൊരു ചിത്രം കൂടി പുറത്തു വന്നിരുന്നു. അതിൻ്റെ വിശദീകരണം അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ തേടിയിരുന്നു. അദ്ദേഹം പൂർണ്ണമായൊരു മറുപടി, വ്യക്തതയുള്ള ഒരു മറുപടി അദ്ദേഹം നൽകിയില്ല. മന്ത്രി എന്ന നിലയിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവാം, ആർക്കെങ്കിലുമൊക്കെ സമ്മാനം കൊടുത്തിട്ടുണ്ടാവാം, അതൊന്നും എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ. കടകംപള്ളിയുടെ പ്രതികരണം എടുത്ത ഞങ്ങളുടെ പ്രതിനിധി RB സനൂപ് നമ്മോടൊപ്പം ഉണ്ട്. സനൂപ്, മാധ്യമപ്രവർത്തകരെ മുഴുവനായും കാണട്ടെ, അപ്പോൾ ഒരു മറുപടി പറയാം എന്നായിരുന്നു സനൂപിനോട് വ്യക്തിപരമായി അദ്ദേഹം നേരത്തെ നൽകിയിരുന്ന മറുപടി. അങ്ങനെ എല്ലാവരെയും കൂടി കാണുന്നു, എല്ലാവരെയും കൂടി കണ്ടപ്പോഴും ഈ പുതുതായി പുറത്തു വന്ന ഫോട്ടോയ്ക്ക് ഒരു കൃത്യമായ മറുപടി അദ്ദേഹം നൽകുന്നുണ്ടോ? സൈഫുദ്ദീൻ നേരത്തെ ഒരു ഘട്ടത്തിൽ SIT കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ശബരിമല സ്വർണ്ണക്കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ഒരു തവണ മാത്രമേ താൻ പോയിട്ടുള്ളൂ എന്ന കാര്യമാണ് അദ്ദേഹം അറിയിച്ചത്. അതിനുശേഷമാണ് ഇന്നാണ് കൂടുതൽ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ മകൾക്ക് കടകംപള്ളി സുരേന്ദ്രൻ മൊമെന്റോ നൽകുന്ന ചിത്രമാണ് പുറത്തു വന്നത്. അതിലെ പ്രതികരണം തേടാൻ വേണ്ടിയാണ് നമ്മൾ പോയത്. അപ്പോഴാണ് അദ്ദേഹം പ്രസംഗിക്കുകയും ഈ LDFന്റെ ജില്ലാ വികസന മുന്നേറ്റ ജാഥകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ പരിപാടിയിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. പിന്നെ ഇപ്പോൾ കൂടുതൽ മാധ്യമങ്ങൾ എത്തിയ ശേഷവും അതേപോലെ പ്രസംഗത്തിലും അദ്ദേഹം ഇതിനൊരു മറുപടി നൽകി. അതിൽ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത് 8 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. താൻ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിയിലൊക്കെ എന്തെങ്കിലും ഉണ്ടായാൽ അവിടെ അവരെ വീട്ടിലെത്തി കണ്ട് സന്തോഷം പ്രകടിപ്പിക്കാറുണ്ട്, അവർക്ക് മൊമെന്റോ നൽകാറുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നത്. പക്ഷേ അത് ഏത് സന്ദർഭമാണ്, ഏത് വീട്ടിലാണ്, എവിടെ വെച്ചാണ് എന്നുള്ള കാര്യം താൻ മറന്നുപോയി എന്നാണ് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത്. 8 വർഷം മുമ്പായിട്ടുള്ള കാര്യമാണ്. താൻ ഡയറി എഴുതുന്ന വ്യക്തിയല്ല. താൻ ഡയറി എഴുതുമായിരുന്നെങ്കിൽ അത് എവിടെയായിരുന്നു, സന്ദർഭം ഏതായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായി പറയാൻ തനിക്ക് പറ്റുമായിരുന്നു. എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പോയി എന്ന് പറയാൻ തനിക്കൊരു മടിയുമില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ താൻ മറന്നുപോയൊരു കാര്യമാണ്. ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ഒരു തവണ പോയി എന്ന് പറഞ്ഞുപോയി, പക്ഷേ വീണ്ടും പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം പറയാൻ തനിക്ക് മടിയില്ല. പക്ഷേ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീടായിരുന്നു എന്നുള്ള കാര്യം തനിക്ക് ഓർമ്മയില്ല എന്നുള്ള കാര്യം മാത്രമാണ് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് UDF മാധ്യമങ്ങളും ചേർന്ന് ശ്രമിക്കുന്നു എന്നുള്ള കാര്യം കൂടിയാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അറിയിച്ചത്. സൈഫുദ്ദീൻ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ മകൾക്കാണ് ഈ ഉപഹാരം നൽകുന്നത്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് നൽകിയതെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ മകൾക്ക് ഒരു പേന സമ്മാനമായി നൽകാൻ അത്രയും ദൂരം അന്നത്തെ ദേവസ്വം മന്ത്രി വാഹനം ഓടിച്ചു പോയി എന്തിന് എന്ന ചോദ്യം നിശ്ചയമായും അവിടെ ഉയരും. അതിനെന്ത് മറുപടിയായിരിക്കും അദ്ദേഹം നൽകുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഇപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞത് ഒറ്റ തവണ മാത്രമേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുള്ളൂ. ഇന്നിപ്പോൾ പുതിയൊരു പടം കൂടി പുറത്തു വരുമ്പോൾ അദ്ദേഹം വീണ്ടും പ്രതിരോധത്തിലാകുന്നു, കൃത്യമായ മറുപടിയില്ല. അപ്പോൾ വീണ്ടും പടങ്ങൾ പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള കുരുക്ക് മുറുകുന്നു. അപ്പോൾ ഇനിയുള്ള ചോദ്യം ചെയ്യാനുള്ള വിളിച്ചു വരുത്തൽ അത് വേഗത്തിലുണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ സനൂപ്? രണ്ടാം വട്ടവും SIT എന്തായാലും ചോദ്യം ചെയ്യും. കാരണം അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ മുൻ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രന്റെ കൂടുതൽ ചിത്രങ്ങൾ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം തെളിയിക്കുന്ന രീതിയിലുള്ള കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വട്ടം കൂടി അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത മുന്നിൽ തെളിയുന്നുണ്ട്. 2025 വരെ ഉണ്ണികൃഷ്ണൻ പോറ്റി വിശ്വാസിയാണെന്ന് മാത്രമാണ് താൻ കരുതിയിരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മുൻകാലങ്ങളിൽ അദ്ദേഹം എന്തൊക്കെ ചെയ്തിരുന്നു എന്നുള്ള കാര്യമൊന്നും തനിക്ക് അറിയില്ലായിരുന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസി, യഥാർത്ഥ വിശ്വാസി എന്നാണ് താൻ കരുതിയിരുന്നത്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഓരോ കാര്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്താണെന്ന് താൻ മനസ്സിലാക്കിയത്. അല്ലാതെ താനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് മറ്റൊരു ഇടപാടുകളൊന്നും ഇല്ല എന്നുള്ള കാര്യം തന്നെയാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത്. നേരത്തെ ആദ്യഘട്ടത്തിൽ SIT ചോദ്യം ചെയ്തപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം, വിശ്വാസിയാണെന്ന് കരുതി, ശബരിമലയിലെ പ്രധാനപ്പെട്ട ഒരു സ്പോൺസറാണെന്ന് കരുതിയുള്ള ബന്ധം മാത്രമുണ്ടെന്നാണ് കരുതിയത്. പക്ഷേ ഓരോ ദിവസവും ഓരോ ചിത്രങ്ങൾ വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടും അദ്ദേഹത്തിന്റെ ബന്ധം വളരെ വലുതാണ്. കാരണം മണ്ഡലത്തിൽ നടന്ന ഒരു പരിപാടി അല്ല അത്. എവിടെ വെച്ചാണ് ആ പരിപാടി നടന്നത് എന്നുള്ള ഒരു കാര്യം തനിക്ക് ഓർമ്മയില്ല എന്ന് മാത്രമാണ് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ഈ ചിത്രം പുറത്തു വരുമ്പോൾ പറയുന്നത്. അപ്പം അതിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ ഉണ്ടോ എന്നുള്ള കാര്യം അടക്കം SITക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമേ കേസെടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ചോദ്യം ചെയ്ത് ഇതിന്റെയൊക്കെ വ്യക്തത വരുത്തി പുറത്തുവിടുക എന്നുള്ള കാര്യം മാത്രമേ SITയുടെ മുമ്പിലും ഉള്ളാവൂ. എന്തായാലും
കൃത്യമായിട്ടുള്ള ഒരു മറുപടി അദ്ദേഹം ഇപ്പോഴും പറയുന്നില്ല. 8 വർഷം മുമ്പ് നടന്ന ഒരു പരിപാടിയാണ്, അത് എവിടെയായിരുന്നു ഈ പരിപാടി നടന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലായിരുന്നു എന്നുള്ള കാര്യമൊന്നും തന്നെ തനിക്ക് ഓർമ്മയില്ല. ഡയറി എഴുതുന്ന ആളല്ല, അതൊന്നും തന്നെ ഇതൊന്നും ഓർത്തു വെക്കാൻ തനിക്ക് കഴിയുന്നില്ല. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം മാത്രം പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. സൈഫുദ്ദീൻ, യെസ്, എന്തായാലും എവിടെ വെച്ചാണ് ഈ രണ്ടാമത്തെ എന്ന് വെച്ചാൽ പേന ഉപഹാരമായി നൽകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ വെച്ചായിരുന്നു എന്ന ചോദ്യത്തിന് എവിടെയാണെന്ന് തനിക്ക് ഓർമ്മയില്ല. 7-8 വർഷം മുന്നേ നടന്നതല്ലേ, എല്ലാം ഓർമ്മിച്ചു വെച്ചോളണമെന്ന് നിർബന്ധമില്ലല്ലോ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. പക്ഷേ അങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒഴിഞ്ഞു മാറാം, പക്ഷേ SITക്ക് മുന്നിൽ ഒഴിഞ്ഞു മാറാൻ കഴിയുമോ എന്ന ചോദ്യമാണ് അവിടെ ഉയരുന്നത്. എന്തായാലും ഇന്നിപ്പോൾ അടൂർ പ്രകാശിൻ്റെയും ഒപ്പം കടകംപള്ളിയുടെയും പ്രതികരണം ഒരേ സമയമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത്. അടൂർ പ്രകാശ് പറഞ്ഞത് SITയിലെ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പ്രേരിതമായി പ്രവർത്തിക്കുന്നു, അങ്ങനെയാണ് തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന കാര്യമടക്കം പുറത്തേക്ക് വരുന്നത് എന്നാണ്. അതേസമയം അടൂർ പ്രകാശ് കൃത്യമായ മറുപടി മാധ്യമങ്ങൾക്ക് അടൂർ പ്രകാശിന്റെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങൾ നൽകാൻ ലിജോ റോളൻസ് ഞങ്ങൾ പ്രതിനിധിച്ചിരുന്നു. ലിജോ, അടൂർ പ്രകാശ് ഇന്നലെ ഈ മാധ്യമങ്ങളെ കണ്ടതാണ്. ഇന്നിപ്പോൾ പുതുതായി എന്തൊക്കെയാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത്? SITയിലെ ചില ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പ്രേരിതമായ ഇതിനകത്ത് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ സൂചനകൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ SITയിലെ ചില ഉദ്യോഗസ്ഥരാണ് പിറകിലൂടെ പൊക്കോളാൻ പറഞ്ഞത്, പക്ഷേ മുന്നിൽ മാധ്യമപ്രവർത്തകർ കാത്തു നിൽക്കുന്നുണ്ട്, അവരെ കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന നിലപാട് അദ്ദേഹം എടുത്തു എന്നൊക്കെ പറയുമ്പോൾ SITയിലെ ചില ഉദ്യോഗസ്ഥരെ സംശയത്തിൻ്റെ മുനയിൽ നിർത്തുന്നുണ്ട് അടൂർ പ്രകാശ്. അതിൻ്റെ അപ്പുറത്ത് മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്? വിഷയത്തിൽ കൃത്യമായി മറുപടി പറയണമെന്ന കാര്യത്തോടു കൂടെ തന്നെയാണ് അടൂർ പ്രകാശ് കൊല്ലത്തേക്ക് എത്തിയത്. ആദ്യം നടന്നത് തോപ്പിൽ രവി അനുസ്മരണമായിരുന്നു. തോപ്പിൽ രവിയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം നേരിട്ട് ഇത്തരത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്റെ ചോദ്യം ചെയ്യലിലെ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം കളക്കുകയും ചെയ്തത്. തന്നെ വിളിച്ച് ആകെ ആവശ്യപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് നൽകാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. താൻ അതിന് പോയി കൃത്യമായി മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റിയുള്ള ഒരു ഫോട്ടോയും, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ഒരു ചിത്രത്തെ കുറിച്ച് ചോദിച്ചു. അതിന് താൻ കൃത്യമായ മറുപടി നൽകുകയും ചെയ്തു. പക്ഷേ പുറത്തു വാർത്ത തന്നെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു മുതലായ കാര്യങ്ങളൊക്കെയാണ്. അതിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ഗുരുതരമായ ചില ആരോപണങ്ങൾ ചില ഉദ്യോഗസ്ഥർക്കെതിരെ പറയുന്നത്. അതായത് സർക്കാർ അനുകൂല വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ചില പ്രത്യേക ഉദ്യോഗസ്ഥരെ ഈ അന്വേഷണ സംഘത്തിൽ സർക്കാർ നിയമിച്ചിട്ടുണ്ട്. അതായത് SIT ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൽ സർക്കാരിന് വേണ്ടിയുള്ള വാർത്തകൾ മാത്രം പുറത്തേക്ക്, അതായത് കൃത്യമായി എന്താണ് SITക്കുള്ളിൽ നടക്കുന്നത് എന്നുള്ളത് സർക്കാരിന് അനുകൂലമായി വരുന്ന കാര്യങ്ങൾ മാത്രം അറിയിക്കുന്നതിന് വേണ്ടി ഒരു സംഘം ഉദ്യോഗസ്ഥരെ ഇവിടെ നിയമിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ UDF ആളുകൾക്കും ഒപ്പം തന്നെ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകൾ സർക്കാരിനും മാധ്യമങ്ങൾക്കും വാർത്ത ചോർത്തി നൽകാൻ SITക്കുള്ളിൽ ചില ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നുവെന്ന വളരെ ഗൗരവതരത്തിലുള്ള ഒരു പ്രതികരണമാണ് അടൂർ പ്രകാശ് MP അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നടത്തിയതിനേക്കാൾ രൂക്ഷമായ ചില പ്രതികരണങ്ങൾ ഇന്ന് അദ്ദേഹം നടത്തുന്നു എന്നതുകൂടി കാണണം. എന്തായാലും 2.5 മണിക്കൂർ നേരമാണ് ഇന്നലെ അദ്ദേഹത്തെ SIT ചോദ്യം ചെയ്തത്. അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ആരായുക, ആ ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ എടുക്കുക, MP എന്ന നിലയിൽ, അന്നത്തെ MLA എന്ന നിലയിൽ, രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ഏതൊക്കെ തരത്തിലുള്ള സഹായങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടൂർ പ്രകാശ് ചെയ്തു നൽകിയിട്ടുണ്ട്, അത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സഹായങ്ങളുണ്ടോ എന്നതൊക്കെ അറിയുകയായിരുന്നു. അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങൾ ആരായുകയായിരുന്നു SITയുടെ ലക്ഷ്യം. അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില പ്രതികരണങ്ങൾ നടത്തുന്നു അടൂർ പ്രകാശ്. എന്ന് വെച്ചാൽ SITക്കുള്ളിൽ ചില ഉദ്യോഗസ്ഥർ സർക്കാരിന് അനുകൂലമായി അല്ലെങ്കിൽ സർക്കാരിന് വാർത്തകൾ ചോർത്തിക്കൊടുക്കാൻ, മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തിക്കൊടുക്കാൻ പ്രവർത്തിക്കുന്നു. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് ഒരാഴ്ച കഴിഞ്ഞാണ് അറിഞ്ഞത്. കടകംപള്ളിയെ വിളിച്ചു വരുത്തിയതോ ചോദ്യം ചെയ്തതോ ഒന്നും ആ സമയത്ത് ആരും അറിഞ്ഞില്ല. ഒരാഴ്ച കഴിഞ്ഞ് മാത്രമാണ് മാധ്യമങ്ങൾ അറിഞ്ഞത്. പക്ഷേ അടൂർ പ്രകാശിനെ വിളിപ്പിച്ചപ്പോൾ അന്നേരം തന്നെ മാധ്യമങ്ങൾ അറിയുന്നു, മറ്റുള്ള പൊതുസമൂഹം അത് അറിയുന്നു. ആ നിലക്കൊരു രാഷ്ട്രീയ പ്രേരിതമായ നീക്കം SITക്കകത്ത് തന്നെ നടക്കുന്നു എന്ന രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുകയാണ് അടൂർ പ്രകാശ്.